ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷനായിരുന്നു. അത്തപ്പൂക്കളമൊന്നും ഇട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് പൂക്കളൊക്കെ കാണിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓണത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സദ്യ ഒരുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ കുറച്ച് വെജിറ്റബിൾസും അതിനുവേണ്ട കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ തലേന്ന് തന്നെ ഇട്ട് വെച്ചു. അത് കാരണം എനിക്ക് ഒരുവിധം സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് കൂട്ടാനൊക്കെ ആയിട്ട് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി, പായസമൊക്കെ വെച്ചിട്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, കഴിഞ്ഞ വർഷം ഞാനിതുപോലെ സദ്യയൊക്കെ വെച്ചിട്ട് ചോറ് വിളമ്പാനായിട്ട് ഇരുന്നപ്പോഴാണ് ചോറായിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ചോറിങ്ങനെ റൈസ് കുക്കറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഇത്തവണ നേരത്തെ ചോറൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് ഞാൻ വെച്ച ഒരു ചെറിയ സദ്യ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സദ്യക്ക് വേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണപരിപാടിയിലേക്ക് പോയി. അതിവിടെയുള്ള ഞങ്ങളുടെ ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവർ നടത്തിയ ഓണപരിപാടിയിൽ പങ്കെടുക്കാനാണ് പോയത്. കുറേ ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ഒന്നുപോലും ഇടാതെ എല്ലാത്തിനും പങ്കെടുത്തു. പക്ഷേ എല്ലാത്തിനും തോറ്റുപോയി. തോക്കുന്നത് നമുക്കൊരു വിഷയമല്ലല്ലോ, പാർട്ടിസിപ്പേഷൻ അതല്ലേ നമുക്ക് പ്രധാനം. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും പങ്കെടുത്തു, ഒത്തിരി എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ഓണം ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.